പണ്ട് ഞാൻ ആരോ പറയുന്ന കേട്ടു യൂട്യൂബിൽ ഇവിടുത്തെ ഇന്ത്യയിലത്തെ ₹1 എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ ₹200 അടുത്ത് വില വരും. നമുക്ക് അവിടെ പോയാൽ കോടീശ്വരനാണ്, തേങ്ങാ പിണ്ണാക്കാം. ഇവിടെ എൻ്റെ അമ്മ എന്തൊരു പോകാണ്. ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണല്ലോ ഫുഡ് എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ 20,000, അതുപോലെ ചായ കുടിക്കുകയാണെങ്കിൽ എത്ര നമ്മൾ രാവിലെ കൊടുത്ത് 5,000, ചോറ് തിന്നണമെങ്കിൽ 20,000, അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ 85,000, ഏകദേശം ഒരു 10 രൂപ. ഇന്ത്യ സൗത്ത് ഇന്ത്യ, കേരള, കോഴിക്കോട്. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ ജക്കാർത്തയിലാട്ടോ. ഇവിടെ ചെറിയൊരു നൈറ്റ് ലൈഫ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു സിറ്റി കണ്ടപ്പോൾ ഏകദേശം ഒരു ദുബായ് ഫീലിങ്സ് കിട്ടിയിട്ടോ. ദുബായിൽ പോയൊരു അത്രത്തോളമല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഓക്കെയാണ്. സിറ്റി ഉണ്ട് കേട്ടോ, കുറേ ഇഷ്ടംപോലെ ആൾക്കാരിപ്പോൾ കണ്ടു. പിന്നെ ആഫ്രിക്കൻസിനെ എവിടെയും കണ്ടില്ല. ആഫ്രിക്കൻസിന് തായ്ലൻഡും വിയറ്റ്നാമൊക്കെ പോയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇന്തോനേഷ്യയിൽ അങ്ങനെ വലുതായിട്ടില്ല. പിന്നെ ഇവിടെ വലിയ വലിയ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാൻ പറ്റിയ. പക്ഷേ അതിലൊന്നും കയറാനാവുന്നില്ല, പൈസ. നല്ല ട്രാഫിക് കേട്ടോ. പിന്നെ ഇവിടെ നൊങ്ക് കാണാൻ പറ്റും കേട്ടോ, നമ്മുടെ നാട്ടിലേക്കാണ്. അതിന് പക്ഷെ എങ്ങനെയല്ല, ഒരു കൊത്തിത്തിരിയെന്നല്ല, നല്ലോണം പാക്കറ്റ് ആക്കി തന്നെ കൊടുക്കും, അതിനുള്ള പൈസയും ആവും. ഇവിടെ ഇങ്ങനത്തെ ഫുഡ് കിട്ടുന്നില്ലേ, നമുക്ക് പറ്റിയ ഏരിയ വന്നിട്ടോ. എക്സ്പെൻസ് കുറവുള്ള, ചിലവ് കുറവുള്ള. എൻ്റെ അമ്മ എന്തൊരു പോകാണ്. ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണല്ലോ ഫുഡ് എടുക്കുന്നത്. പിന്നെ ഇതങ്ങനെ മലേഷ്യ പോലെ അല്ല കേട്ടോ. ഇത് മലേഷ്യയിൽ നമ്മൾ അത്രയും തിരക്കുണ്ടായിരുന്നു, ഹോണടിയൊന്നും കേട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചൊന്ന് നേരം വെക്കുകയാണ് അന്ന പോലെ ഹോണടിക്കും. എന്നാലും വെറുപ്പിക്കുന്നൊന്നുമില്ല, കുറച്ചേക്കാ കേട്ടുള്ളൂ. ഇത് ശരിക്കും ഫുഡ് സ്ട്രീറ്റ് അല്ല കേട്ടോ, പക്ഷെ ഫുഡ് ഉണ്ട് കുറേ. പക്ഷെ ഫുഡ് സ്ട്രീറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അത് വണ്ടി കയറ്റൂല. ഇവിടെ അത്യാവശ്യം നല്ലോണം വണ്ടി കയറി വരുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, നമുക്ക് ഇന്ത്യൻ അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റൂല. അവിടെ ഉള്ളപ്പോൾ നമ്മൾ അവിടെ കണ്ട കുറേ കാര്യങ്ങൾ തെറ്റായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് തോന്നുന്നു ഓക്കെ, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു. ഇവിടെ ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ, ഒന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പല പല സാധനങ്ങൾ ഒറ്റ ടേസ്റ്റിൽ കഴിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വാങ്ങാം സൂപ്പർ മാർക്കറ്റിൽ. അതാകുമ്പോൾ വലിയ ചിലവുണ്ടാവില്ല, കുറച്ചൊക്കെ നല്ലോണം പൈസ കുറയും. ഫസ്റ്റ് നമ്മൾ പ്രൈസ് നോക്കും, അതിനുശേഷം വേണ്ട തീരുമാനിക്കും. ചോറുണ്ട് കേട്ടോ, ചോറിന് 20,000 കേട്ടോ. ചോറല്ല, ഉപ്പുമാവാണ്. 20,000 എന്ന് വെച്ചാൽ നാട്ടിലെ ₹100. പിന്നെ ഇതെന്താ, സാൻഡ്വിച്ചിന് ഏകദേശം ആ പൈസ ഉണ്ടാവുമല്ലോ. നാട്ടിലൊരു 100 രൂപയുടെ അടുത്ത് എന്തായാലും ഫുഡിന് വരും. പണ്ട് ഞാൻ ആരോ പറയുന്ന കേട്ടു യൂട്യൂബിൽ ഇവിടുത്തെ ഇന്ത്യയിലത്തെ ₹1 എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ ₹200 അടുത്ത് വില വരും. നമുക്ക് അവിടെ പോയാൽ കോടീശ്വരനാണ്, തേങ്ങാ പിണ്ണാക്കാം. ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ 20,000, അതുപോലെ ചായ കുടിക്കുകയാണെങ്കിൽ എത്ര നമ്മൾ രാവിലെ കൊടുത്ത് 5,000, ചോറ് തിന്നണമെങ്കിൽ 20,000, അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ 85,000. അതായത് ജസ്റ്റ് 30 കിലോമീറ്ററിന് 85,000. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറൻസി വാല്യൂ നോക്കിയിട്ട് എവിടെയും നിങ്ങൾ ഇത് ചെയ്യാൻ നിൽക്കരുത്. അത് ശുദ്ധ മണ്ടത്തര നോക്കുകയാണെങ്കിലും ചിലപ്പോൾ ഇവിടെ നല്ല കൂടുതലായിരിക്കും. ഏകദേശം ഒരു നമ്മുടെ നാട്ടിൽ 15,000 അല്ലേ ഒരു ആവറേജ് ആക്കി കിട്ടുന്ന ഡെയിലി 500 എന്നുള്ള കാൽക്കുലേഷൻ. പക്ഷേ ഇവിടെ ഏകദേശം ഒരു 25,000 ആ റേഞ്ചിലൊക്കെ, 25,000 30,000 ആ റേഞ്ചിലൊക്കെ സാലറി കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ നമുക്ക് വാങ്ങാൻ പറ്റിയ മിൽക്ക് ഐറ്റംസ് ആണ്. അത് വലിയ കുഴപ്പമില്ല, അത് നമുക്ക് കുറച്ചുകൂടെ വേർത്തായിരിക്കും. പക്ഷേ ഇതിനൊക്കെ 25 കേട്ടോ, നാട്ടിൽ ഏകദേശം 25 തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിന് ബോട്ടിൽസിന് കുറച്ചുകൂടെ പൈസ കിട്ടും. ഗേറ്റ് ഒന്ന് വാങ്ങാം. ഞാൻ എന്തായാലും ഇപ്പോൾ നല്ലോണം വെള്ളം കുടിക്കേണ്ട സമയമാ, നേരത്തെ കണ്ടല്ലോ ബാത്റൂമിൽ. ഇതിപ്പോൾ മാറ്റിയിട്ടോ, ഞാൻ തേങ്ങ വെള്ളം വാങ്ങി. ഇതിന് വില കുറവാട്ടോ ഇവിടെ. ഇതിനിപ്പോൾ ഏകദേശം തോന്നുന്നു ഒരു 15 രൂപയുള്ളൂ. നാട്ടിലത്തേനേക്കാളും പ്രൈസ് കുറവാണ്. അപ്പോൾ ഇവിടേക്ക് വന്ന് നോർമലി ഇന്തോനേഷ്യയിൽ കോക്കനട്ട് പ്രൈസ് നല്ല കുറവാണ്. അപ്പോൾ തേങ്ങ വെള്ളം ഇവിടെ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലെ പോലെ ഒന്നല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ തേങ്ങ നല്ല പ്രൈസ് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. കോക്കനറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആവും, അതിന് നല്ല പ്രൈസ് കുറവാണെന്ന് തോന്നുന്നു. വാപ്പക്കാൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്കല്ല എനിക്ക് സംസാരിച്ച് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അത് എക്സ്പോർട്ട് തുടങ്ങാം.
കൂടുതലും കബാബ് ഐറ്റംസ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. വേറെ കുറച്ച് ഐറ്റംസ് കണ്ടു ഇപ്പോൾ ഇവിടെ. എന്താണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ആൾക്കാർ കഴിക്കും, നല്ല തിരക്ക് കഴിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഷോപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കാണുന്നില്ല വലുതായിട്ട്. നമ്മൾ വന്ന ഏരിയ തന്നെയാണ് പിന്നെ കുറച്ചും കൂടെ ഫുഡിൻ്റെ ഏരിയ ഉള്ളത്. ഇത് വേണ്ട, ഇത് സാധാ മീലാട്ടോ ഇവിടുത്തെ. ഇതിൻ്റെ പ്രൈസ് ഉണ്ട് ഏകദേശം 65,000, 50,000, 75,000 അത്രയൊക്കെ ആവുന്നുണ്ട്. അതായത് അറൗണ്ട് ഒരു 250 ഒരു നേരത്തെ ഫുഡിനാട്ടോ. ഈ ഫുഡാണ് നമ്മൾ പള്ളിയിൽ നിന്ന് അവർ നമുക്ക് ഓഫർ ചെയ്ത്, അവർ നമുക്കല്ല എല്ലാവർക്കും പള്ളിയിൽ നിന്ന് അവർ കൊടുക്കുന്നത് ഏകദേശം 25 റുപ്പീസിനാട്ടോ, 25 രൂപയ്ക്ക്. അതിൻ്റെ 10 മതി ഇവിടെ. അല്ല, ഇതിൻ്റെ 10 മതി അവിടെ ഫുഡിൻ്റെ പൈസ. സിംഗപ്പൂർ വർക്ക് ചെയ്ത ആളാട്ടോ. സാലറി $50 a day. $50 per day? Yes. $50 per day? Yes, because I work as illegal worker. Illegal worker, no permit. No permit. No illegal permit. work. Illegal worker. Illegal ആണ്. Illegal worker. പക്ഷേ lot of Indians working in America illegal. Very illegal. Europe, lot of Indians illegal. No. Canada also. Canada and American good salary. Good salary, but illegal. ലോഞ്ച് കയറണം ഇങ്ങനെ ഉണ്ട്, ഇവിടെ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ പ്രൈസ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അരി ആട്ടി കൊടുക്കേണ്ടി വരും. അരിയല്ല, വേറെ എന്തെങ്കിലും പാത്രം കൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇന്ത്യയിൽ അൾട്ര ഉണ്ട്, അൾട്ര വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതാക്കാം, കയറണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അവിടെ നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ കയറിയിട്ട് കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അല്ലെങ്കിൽ നേരെ നമ്മുടെ പള്ളിയില്ലേ അവിടെ തന്നെ പോകാൻ, എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഒരു വെയ്പ്പ് വാങ്ങാനാണ്. വെയ്പ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ, നമ്മുടെ നാട്ടിൽ ഈ മുംബൈയിൽ അതുപോലെ ഡൽഹിയിലൊക്കെ ചോർ ബസാറിലൊക്കെ വിൽക്കുന്ന ഒരു സംഭവമാണ് വെയ്പ്പ്. എന്ന് വെച്ചാൽ ഇതൊരു സിഗരറ്റ് ടൈപ്പാണ്. സിഗരറ്റ് എന്ന് വെച്ചാൽ സ്മോക്കർ സാധനമാണ്. എനിക്കെന്താ സംഭവം എന്ന് പറഞ്ഞുകൂടെ. ഇത് ബ്ലൂബെറി ഐസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സിഗരറ്റിൻ്റെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ അവർ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തത്. എന്ന് വെച്ചാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്ന അവർ റിസപ്ഷൻ സ്ഥലത്തായിരിക്കുമല്ലോ വെക്കുക. അപ്പോൾ അവിടെ കുറേ ഫോറിൻ സിഗരറ്റ് ഉണ്ട്. ഞാൻ തൽക്കാലം ഏറ്റവും ഒന്ന് വാങ്ങുകയാണ്. ഇത് ഞാൻ അവിടെ ചോർ ബസാറിൽ ചോദിച്ചപ്പോൾ യൂസ്ഡിന് നമ്മളിതാട്ടോ സ്മോക്ക് ചെയ്യുന്നത് വലിക്കുന്ന സാധനം കേട്ടോ, നല്ല ഒന്നുമല്ല. ചോർ ബസാറിൽ ഞാൻ ചോദിച്ചപ്പോൾ ഇതിൽ യൂസ്ഡിന് അവർ പറഞ്ഞത് ഏകദേശം 800-900 രൂപയാണ്. പക്ഷേ ഇവിടെ ഇതിന് ഫ്രഷിന് എത്ര അറിയുമോ, പാക്കറ്റിന് 375 രൂപ നാട്ടിലത്തെ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏകദേശം 75,000 റുപ്പിയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഫ്ലേവർ വേറെ ഉണ്ട്. നമുക്ക് വേണ്ടി എടുക്കാം. സ്ട്രോബെറി ഉണ്ട്, അതുപോലെ മാംഗോ ഉണ്ട്, അതുപോലെ മിൻറ്റൈസ് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്. നമുക്ക് വേണ്ടി എടുക്കാം. തൽക്കാലം നമുക്ക് സ്ട്രോബെറി എടുക്കണ്ട, ലിഞ്ചി എടുക്കണ്ട, മാംഗോ എടുക്കണ്ട. നമ്മൾ ബ്ലൂബെറി തന്നെ എടുക്കാം. ബ്ലൂബെറിയാണ് കുറച്ചും കൂടെ ഇതുള്ളത് നല്ല. പിന്നെ ഒന്ന് എടുത്ത് കിട്ടുമോ, നാളെ ചിലപ്പോൾ ഒന്നും കൂടെ വാങ്ങും, ഒരാൾ കൂടെ വേണം. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നിട്ട് വന്ന് നമ്മുടെ നാട്ടിലെ സ്ഥലത്തൊക്കെ പോയി എല്ലാ ആഴ്ചയിലും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിലെ എന്തോ വായിക്കും. ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു ഷോപ്പാട്ടോ. ഷോപ്പ് കട, കെട്ടിക്കട. അത് 2 അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് കുറവാട്ടോ. തോന എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 10 രൂപ. ഇന്ത്യ സൗത്ത് ഇന്ത്യ, കേരള, കോഴിക്കോട്. മുഹമ്മദ് ഷോല. Indonesia. Name? Bandung. Apa? Sugin. Just 10,000 കേട്ടോ ആയി ഏകദേശം. കൊടുക്കുന്നത് 50,000. റൂമിൽ കൊണ്ടുപോയി കഴിക്കാം കേട്ടോ. ഇവിടെ കഴിക്കാനുള്ളൊരു സൗകര്യമില്ല. ഇനി അഥവാ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ, ആരെങ്കിലും വന്ന് വാങ്ങിത്തരുമോ ചോദിച്ചാൽ വാങ്ങി കൊടുക്കുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെ ആവശ്യം കൂടി നടക്കുക, നമ്മളെ കയ്യിൽ ഉണ്ടാവണം, അതിനകത്തൊക്കെ നമ്മളെ ഉണ്ടാവണം. പിന്നെ അറിയാലോ, ഒരാൾക്ക് വാങ്ങി കൊടുത്താൽ ബാക്കിയുള്ളവരിങ്ങനെ പോരും. ഇതെന്താ കോക്കനട്ട് Indonesia? Indonesia okay? No. This product for clear skin. Coconut? No for white. This black okay. Okay, I will.
നോ നെക്സ്റ്റ് പഠിച്ചവനെ കുടിക്കും. Margin, cherry, baby, good. This product no side effect, non chemical. How much? Made in Indonesian traditional. How much? അയ്യോ പഠിച്ചവനെ കുടിക്കും. കൈ വന്ന് വെച്ചു. 1 minute. 1 minute. Alhamdulillah. Muslim? Alhamdulillah. മതി This kettle. This kettle. 4 minutes. This is mine. ആ ഓക്കെ ഗൈസ്, അപ്പോൾ കച്ചവടം കഴിഞ്ഞു, എന്നെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും സെയിൽസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ സെയിൽസ് ചെയ്തൊരു രീതി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കച്ചവടം ശരിക്കും. ഏകദേശം 35,000 ആയിട്ടുണ്ട്. 35,000 എന്താ പറയുക, ഇനി റുപ്പിയാണ് കോസ്റ്റ് വന്നത്. 35,000 റുപ്പിയ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര വരും? ഏകദേശം ഒരു 150 അല്ല, 160 സംതിങ് എത്ര വരും? ഇച്ചാമ ഞങ്ങൾ കട്ടൊക്കെ ഇട്ടൊക്കെ. ബനാന ആ ഓക്കെ ബനാന. എന്തായാലും നമുക്ക് എവിടെ കണ്ട സ്ഥിതിക്ക് സാധനം വാങ്ങാം. ഇവിടെ 5,000 ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേനോ? രാവിലെ കൊടുക്കും. ഓക്കെ, ഒരു ബായ് കൊടുക്കും. ടാറ്റ കാണിച്ചു. കയറിയാൽ പൈസ പൊട്ടും. ഇതാണ് പരിചയം. ആരെങ്കിലും നമ്മൾ പരിചയപ്പെട്ട് പോവുകയാണെങ്കിൽ പിന്നെ എന്തായാലും അവിടെ നിന്ന് സാധനം വാങ്ങണം എന്നാണ് എൻ്റെ ഒരു സാധനം വാങ്ങിയില്ല എന്തോ ഒരു വെറിയേടാ. പിന്നെ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മളെന്തായാലും റൂമിൽ പോയി ഫുഡൊക്കെ കഴിക്കുക. റൂമിലല്ല, അതിൻ്റെ നേരെ പുറത്ത് പോയി കഴിക്കുക. റൂമൊന്നും കഴിക്കാൻ സമ്മതിക്കൂല. ഇപ്പോൾ ഒന്നാമത് കഴിക്കരുത്, അത്രയും നീറ്റായിട്ട് കൊണ്ടെടുക്കുന്ന സംഭവമല്ല. ഇനി നമ്മൾ നേരെ ഡോമെട്രിയിൽ പോവാം, എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതിനൊക്കെ വലിയ ചിലവൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ വന്നതിന് ശേഷം